സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിൽ വിജയം. തിരുവനന്തപുരത്ത് ജാമ്യാപേക്ഷ കൊടുത്തിട്ട് ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതിയിൽ പോയി പെട്ടെന്ന് തന്നെ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ആയത് കൊണ്ടായിരിക്കാം, എന്തായാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിന് 15-ാം തീയതി വരെ, ഡിസംബർ 15 വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ ഭാവി മിക്കവാറും രക്ഷപ്പെടാനാണ് സാധ്യത. ഇവിടെയുള്ള മീഡിയകളും രക്തം ഊറ്റിക്കുടിക്കാനായിട്ട് പിറകെ നടന്ന രാഷ്ട്രീയക്കാർക്കും ഭരണവർഗത്തിനുമെതിരെ ആദ്യമായി രാഹുലിന് വിജയം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ശരി, രാഹുലിൻ്റെ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശരി, ആ അമ്മയുടെ വേദന എന്തുമാത്രം ഉള്ളതാണെന്ന്, മക്കളും അമ്മയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ബോധമുണ്ടാകാൻ സാധ്യതയുള്ളൂ. ഏതായാലും ശരി, നമുക്ക് രാഹുൽ വിജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അധികാരം എന്ന് പറയുന്നത് എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കരുത് ആരും. അധികാരമില്ലെങ്കിലും രാഷ്ട്രീയം നിലനിൽക്കും. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? അതിൽ സത്യസന്ധത വേണം. ജനങ്ങളോട് ആത്മാർത്ഥത, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, ഞങ്ങളോടൊപ്പം എപ്പോഴും കാണുമെന്നുള്ള ഒരു അവർക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ, അതായത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും അങ്ങനെ ഒരു മനോഭാവം ജനങ്ങളുടെ ഇടയിൽ വളർത്തിയെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, എവിടെയെങ്കിലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം പോയ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. ഇപ്പൊ അമ്മമാർക്ക് മകനെ പോലെയല്ലേ? അപ്പോ ബാക്കിയുള്ള കൗമാരപ്രായത്തിലുള്ള സഹോദരനെ പോലെയല്ലേ? പിന്നെ അങ്ങനെ പോകുന്ന ഇപ്പൊ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ മക്കളുണ്ടാവും? ഉണ്ടാവില്ലല്ലോ. അപ്പോ ഭാര്യ ഇല്ലാത്തവര് രാഷ്ട്രീയത്തിലുണ്ടാവും, വളരെ അപൂർവമാണ്. അദ്വാനിയ, മോഡിയെ പോലുള്ളവരെ കാണുള്ളൂ. അല്ലാത്തവരെല്ലാം ഭാര്യ ഉള്ളവന്മാരാണ്. അപ്പൊ അവർക്ക് മക്കളും കാണും. അപ്പൊ അത് കണ്ണു വെച്ചാണ്, സ്വന്തം ഭാര്യയെ കാണുന്ന കണ്ണു വെച്ചാണ് ബാക്കിയുള്ള ആൾക്കാരെ കാണുന്നത്? അല്ല. അതെന്ന് പറയുന്നത് ഇപ്പോ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരും കൂടെ ചേർന്ന് ഇതൊക്കെ രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയാണ്. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം വന്ന ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. അവരുടെ വളർച്ച കണ്ട് അസൂയ പൂണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള കുറെ